ആറ്റോമിക് ഹാബിറ്റ്സ് അഥവാ സൂക്ഷ്മമായ ശീലങ്ങൾ, ചെറിയ ചുവടുകളുടെ വലിയ ശക്തി. എന്താണത്? നമസ്കാരം, KKG ഫിറ്റിന്റെ 203-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നാലോചിച്ച് പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. ലോകപ്രശസ്ത എഴുത്തുകാരൻ ജെയിംസ് ക്ലിയർ തൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ് അഥവാ സൂക്ഷ്മമായ ശീലങ്ങൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മാറ്റത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. അതെന്താണെന്ന് ഒരു കൊച്ചു കഥയിലൂടെ ലളിതമായി പറയാൻ ശ്രമിക്കാം. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ കടുത്ത ജലക്ഷാമമുണ്ടായി. ജലാശയങ്ങളും കിണറുകളും വറ്റി വരണ്ടു. എല്ലാവരും ആകാശത്തേക്ക് നോക്കി മഴയ്ക്കായി പ്രാർത്ഥിച്ച് സമയം കളഞ്ഞു. എന്നാൽ ഒരു കർഷകൻ മാത്രം തൻ്റെ പറമ്പിൽ ഒരു പുതിയ കിണർ കുഴിക്കാൻ തീരുമാനിച്ചു. അയാൾ ദിവസവും ഒരടി വീതം കുഴിച്ചു. ആളുകൾ അയാളെ പരിഹസിച്ചു. 100 അടിയെങ്കിലും താഴ്ത്തേണ്ടി വരും, നിന്റെ ഈ ഓരോ അടി കൊണ്ട് എന്ത് കാര്യം? കർഷകൻ പ്രതികരിച്ചില്ല. ചില ദിവസങ്ങളിൽ കഠിനമായ പാറയോട് മല്ലിടേണ്ടി വന്നു. കൈകൾ മുറിഞ്ഞു. പക്ഷെ അതൊന്നും അയാൾക്ക് തടസ്സമായിരുന്നില്ല. ഗ്രാമത്തിലെ മറ്റുള്ളവർ മഴയ്ക്കായി ആകാശത്തേക്ക് നോക്കി ഇരുന്നപ്പോൾ ഇയാൾ മാത്രം മണ്ണിലേക്ക് നോക്കി അധ്വാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആഴം ഏതാണ്ട് 100 അടിയോടെടുത്തപ്പോൾ തെളിനീർ കണ്ടെത്തി. സുഹൃത്തുക്കളെ, ആ 100ാമത്തെ അടിയല്ല അയാൾക്ക് വിജയം നൽകിയത്, മറിച്ച് അതിനു മുമ്പ് അയാൾ ക്ഷമയോടെ എടുത്ത 99 ചെറിയ ചുവടുകളുടെ ആകത്തുകയാണ് ആ തെളിനീർ. ഇതാണ് ജെയിംസ് ക്ലിയർ പരിചയപ്പെടുത്തിയ ആറ്റോമിക് ഹാബിറ്റ്സ്, ആറ്റത്തെ പോലെ തീരെ ചെറിയ ശീലങ്ങൾ. ഇതിന്റെ പിന്നിലെ ഗണിതശാസ്ത്രം നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ദിവസം വെറും 1% പുരോഗതി വരുത്തും എന്ന് കരുതുക. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയതിനേക്കാൾ 37 മടങ്ങിലധികം മികച്ച വ്യക്തിയായി മാറിയിരിക്കും. ആ കർഷകൻ വെള്ളം കണ്ടെത്തിയത് മറ്റുള്ളവരെക്കാൾ ശക്തിയുള്ളത് കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർ അസാധ്യം എന്ന് കരുതിയ ദൂരത്തെ അയാൾ ചെറിയ ചുവടുകളായി കണ്ടു എന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതുമാകട്ടെ, അത് തുടങ്ങാൻ ഹിമാലയം കീഴടക്കേണ്ടതില്ല, മറിച്ച് ഇന്ന് ഒരടി മുന്നോട്ട് വയ്ക്കുക. ഓർക്കുക, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മഴയ്ക്കായി കാത്തിരിക്കാതെ നമ്മുടെ കയ്യിലുള്ള തൂമ്പയെടുത്ത് കിണർ കുഴിച്ചു തുടങ്ങുന്നവനാണ് യഥാർത്ഥ വിജയി. അപ്പോൾ ആ ആദ്യത്തെ ചുവട് ഇന്ന് തന്നെ ആവട്ടെ. ബൈ ഫ്രം KKG.